എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അനന്തപുരി വീട്ടില്. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് രാവിലെ തന്നെ അനിയെ പോയി വിളിച്ചുകൊണ്ടെത്തി ആദർശ് അങ്ങനെ ഒരുങ്ങാനൊക്കെ പറയാണ്. ഈ സമയത്തും അനിയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനാ. ഫ്രണ്ട്സ് വന്ന് ഒരുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അനിയുടെ ഉള്ളിൽ നന്ദു മാത്രമാണ്. അനാമിക എന്നൊരു ചിന്ത പോലും അനിയുടെ ഉള്ളിലില്ല. താൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോന്നു, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നില്ല. തന്റെ വിവാഹം കഴിഞ്ഞാൽ എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഈ സമയം ഫ്രണ്ട്സ് പറഞ്ഞു, എടാ ഇനിയിപ്പം നീ ഇനിയും മൂഡ് ഓഫ് ആയിരുന്നിട്ട് കാര്യമില്ല. നിന്റെ കല്യാണമാണ്, ആ ഒരു ബോധം നിനക്ക് ഉണ്ടാവണമെന്ന് പറയാം. ഇനിയിപ്പം നന്ദുവിനെ മനസ്സ് വെച്ചിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അനാമികയുടെ കഴുത്തി താലി നടത്താൻ പോവാന്ന് പറയാം. ഇത് കേട്ടോ അനി പറഞ്ഞു, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷെ എങ്ങോട്ടെങ്കിലും ഓടിയാലും തോന്നിപ്പോവാ. നീ സങ്കടപ്പെടാതിരിക്കുക, ഇനിയിപ്പം നിന്റെ വിധി ഇതാന്ന് കൂട്ടിയാൽ മതിയെന്ന് പറയാം. ഈ സമയത്ത് ഗോവിന്ദനും കനയും കൂടെ അങ്ങോട്ട് ഒരുങ്ങി വരുവാണ്. അവർ രണ്ടുപേരും റെഡിയായിട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ദേവേനെ രണ്ടുപേരും ഒന്ന് മാറി മാറി നോക്കി. കനകയുടെ ഒരുക്കമൊന്നും കണ്ട് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, രാവിലെ തന്നെ രണ്ടുപേർ റെഡി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞങ്ങള് കൂടുതലൊന്നും പറയണ്ട. അതെ, ഇന്നിങ്ങോട്ട് വരാൻ പോകുന്ന ആരാന്നറിയാവോ? ഈ കുടുംബത്തിലെ മൂത്ത മരുമോളാന്ന് പറയാം. ഇത് കേട്ടതും കനക പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? മൂത്ത മരുമോള് എന്റെ മോള് നയനയല്ലേന്ന് ചോദിക്കും. അതിന് അവളെ ആരെങ്കിലും മരുമോളായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളാ. അവൾക്ക് ഒരു സ്ഥാനവും ഇല്ല. പിന്നെ ഇന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അനാമികമോളായിരിക്കും ഈ കുടുംബത്തിലെ മൂത്ത മരുമോള്. അവൾക്കായിരിക്കും എല്ലാ അധികാര സ്ഥാനമൊക്കെ ഈ കുടുംബത്തിലുണ്ടാകുന്നത്. നിങ്ങളെപ്പോലെ അല്ല, അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സോടെ കുടുംബമാണ്. അപ്പൊ അതിൻ്റെതായ സംസ്കാരമൊക്കെ അവർ കാണിക്കും. അല്ലാതെ തലയെ മുണ്ടിട്ട് മറച്ചോണ്ടൊന്നും അല്ല അവൾ കയറി വരാൻ പോകുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കനയ്ക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നില്ല. ഗോവിന്ദനാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി. കനയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഗോവിന്ദനും കൂടെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. പാവം അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഒരുപക്ഷെ വലിയ വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ടെന്ന മോഹമായിട്ട് ഇപ്പൊ പക്ഷെ ആ മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് നന്ദോട്ടിനെ പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഈ സമയം ദേവേനി പറഞ്ഞു, ഒരു കാര്യം മനസ്സിൽ കരുതിക്കോ, ഒരു കാരണവശാലും നയനയോ അവളുടെ ചേച്ചി നവ്യേനെ ഞങ്ങൾ മരുമക്കളായിട്ട് കൂട്ടുന്നില്ല. ഈ വരുന്ന അനാമികയായിരിക്കും. പിന്നെ അനാമി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിമപ്പണി ചെയ്യേണ്ട ജോലിയായിരിക്കും നിങ്ങളുടെ മക്കൾക്ക് രണ്ടുപേർക്കെന്ന് പറയാം. ഇത് കേട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, ഇതേ അങ്ങനെയൊന്നും പറയരുത്. ഇതേ നയന മോളെ കൊണ്ടാണല്ലോ. ഇപ്പോഴാണെങ്കിൽ നവ്യയുടെ സ്വഭാവം പണ്ടത്തെ പോലെ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും അവര് ഈ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമക്കളല്ലേന്ന് ചോദിക്കും. എന്നാരാ പറഞ്ഞേ? അത് ഞങ്ങളും കൂടെ അംഗീകരിക്കേണ്ടതെന്ന് ചോദിക്കും. എന്താണ്, ഞങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ വേറെന്തെങ്കിലും മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പാടെ മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാ. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായി തീരും അവസ്ഥ ഒന്ന് ഓർത്തു വെക്ക്. കനക പറഞ്ഞു, അതാ എനിക്കൊരു ബുദ്ധിമുട്ട്. ഒരു പക്ഷേങ്കിൽ അനാമി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ നവ്യയുടെ കാര്യം കഷ്ടത്തിലാവും. നവ്യ പിന്നെ എന്തേലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കും. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കൊടുക്കും. അവള് വിട്ടുകൊടുക്കത്തില്ല. പക്ഷേങ്കിൽ നവ്യയുടെ കാര്യം അങ്ങനെയല്ല, അല്ല നയനയുടെ കാര്യം അങ്ങനെയല്ല. അവളൊന്നും മിണ്ടത്തില്ല, തല കുഞ്ചി നിൽക്കത്തോളെന്ന് പറയാം. ഇത് കേട്ടോ ഗോവിന്ദൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? എന്താണെങ്കിലും നന്ദു ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി തന്നെ നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെന്ന് പറയാം. പിന്നീട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നന്ദു സാരിയൊക്കെ മാറുവാണ്. ആ സാരി എടുത്തപ്പോൾ തന്നെ നന്ദുവിന് വല്ലാത്ത വിഷമമായിരുന്നു. നന്ദുവിന് കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. കല്യാണത്തിൻ്റെ അന്ന് ഉടുത്തോണ്ട് വേണമെന്നും പറഞ്ഞ് അനി സമ്മാനമായിട്ട് കൊടുത്താണ്. അങ്ങനെ സാരി എടുത്ത് വെച്ച് കുറേ സമയം കരയുന്നുണ്ട്. പിന്നീട് നന്ദു സാരിയൊക്കെ ഉടുത്തു. ആ സാരി ഉടുത്തു കഴിഞ്ഞപ്പോൾ നന്ദുവിന് തോന്നി താൻ മറ്റാരോ ആയതുപോലെ തോന്നി. ഇത്രയും കാലം ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നന്ദു പെട്ടെന്നാണ് അവൾക്കൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. നന്ദു കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് താൻ പോലും അല്ലെന്ന് തനിക്ക് തോന്നിപ്പോവാ, മറ്റാരോ ആയതുപോലെ. ശരിക്കും പറഞ്ഞ ഇപ്പം അങ്ങനെയല്ലേ? ഇപ്പൊ തന്റെ മനസ്സെന്ന് പറഞ്ഞ ഒരു മരവിച്ച രീതിയിലുള്ള മനസ്സാണ്. എന്താണ് മനസ്സിലുള്ളതെന്ന് പോലും അറിയത്തില്ല. ഒരു നിർവികാരിത മാത്രമാണ് മനസ്സിലുള്ളത് എന്നൊക്കെ നന്ദു ചിന്തിക്കുന്നുണ്ട്. ഈ സമയം ഉപേന്ദ്രൻ തന്റെ ഗുണ്ടകളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല കല്യാണം എന്നല്ലേ? 2-3 വട്ടം അവനെ ആ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനുണ്ടല്ലോ ആ വേണു, അവൻ കോൾ എടുത്തില്ല എന്ന് പറയാം. എന്താണെങ്കിലും അവന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് ചെല്ലത്തില്ല എന്ന്. പക്ഷെ അതവന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മണ്ഡപത്തിലേക്ക് അവള് ചെന്ന് കയറുമ്പം തന്നെ വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം. ഒരിടത്ത് നമുക്കൊരു ഫോൾട്ടും പറ്റില്ലെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എല്ലാം വേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ അത് അങ്ങനെയൊക്കെ ചെയ്തോളാം മുതലാളി എന്ന് പറയാം. പിന്നെ അറിയാലോ, ഇനിയിപ്പോൾ അവിടെ വെച്ചൊരു സീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാർ ഇടപെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ അവളുടെ കഴുത്തേലും കാതേലും കിടക്കുന്ന സ്വർണ്ണമൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറയണം.
പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. പോലീസ് കേസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവെന്ന് പറയാം. ഇത് കേട്ടതും കുണ്ടകൾ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് പോകുന്നത്. കാരണം നേരത്തെ പോയി മണ്ഡപത്തിന്റെ അവിടെ സ്ഥാനം ഉറപ്പിക്കണം. അവൾ കയറി വന്നിട്ട് അവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം അവളെ പിടികൂടാനായിട്ട്. പിന്നീട് കാണിക്കുന്ന ദക്ഷിണ കൊടുക്കാൻ ചടങ്ങായിരുന്നു. അപ്പൊ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം. പക്ഷെ മൂർത്തി മുത്തശ്ശൻ മാത്രം വന്നില്ല. മുത്തശ്ശന് കല്യാണം കൂടാൻ വരാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു ICUലായതിന്റെ മുത്തശ്ശന്റെ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അതുകൊണ്ട് ഇനിയിപ്പം വരാൻ പറ്റില്ലെന്ന് മുത്തശ്ശനോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുത്തശ്ശന് വരാൻ പറ്റില്ല. അതിന്റെ സങ്കടം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. കാരണം ഈ സമയത്ത് എനിക്ക് ആശീർവാദം കൊടുക്കാനായിട്ട് അനുഗ്രഹം കൊടുക്കാനായിട്ട് മുത്തശ്ശൻ അവിടെ വേണമെന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ മൂർത്തി മുത്തശ്ശൻ അങ്ങനെ വരാൻ പറ്റിയില്ല. പിന്നീട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും എല്ലാം ദക്ഷിണ കൊടുത്തു. ഈ സമയത്ത് കനകയും ഗോവിന്ദനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ദേ അവർക്കൂടെ ദക്ഷിണ കൊടുക്കാൻ പറയാം. ഇത് കേട്ടും ദേവേനെ പറഞ്ഞു, അതെന്തിനാ അവർക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? അവർക്ക് ദക്ഷിണ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പക്ഷെ അതൊന്നും അനി മൈൻഡ് ചെയ്തില്ല. അനി അവർക്കും ദക്ഷിണ കൊടുക്കുവാണ്. അങ്ങനെ കനകയുടെയും ഗോവിന്ദന്റെയും അനുഗ്രഹം എനിക്കുണ്ടാവുകയാണ്. അനുഗ്രഹിച്ച് കഴിയുന്ന സമയത്ത് കനകയുടെ ഉള്ളിലൊരു വിങ്ങലായിരുന്നു. ദൈവമേ, ഈ കല്യാണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, ഒരു തടസ്സങ്ങളും ഉണ്ടാവരുത്. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്റെ നന്ദുവിനെ കുറ്റം പറയുള്ളൂ. ആ ഒരു ചിന്തയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് നന്ദു ഒരുങ്ങി താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയം ജാനകി അത് കണ്ടു, ഒരുങ്ങി ഇറങ്ങി വരുന്നേ. നന്ദുവിന്റെ ആ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇന്ന് സാരി കൊടുത്ത് നിന്റെ മനസ്സിൽ വേറെ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടോന്ന് നന്ദു പറഞ്ഞു, ഇല്ല ആൻറ്റി, എൻ്റെ മനസ്സിൽ ഒരു പ്ലാനും ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ വെച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ, ഒരു കാരണവശാലും നീ അതിനകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല. ആ പുറത്ത് എവിടെയെങ്കിലും മാറി നിന്നോണം. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദുവിന് വല്ലാത്ത വിഷമമായി. പക്ഷെ നന്ദു കൂടുതലൊന്നും പറയാൻ പോയില്ല. നന്ദുവിനറിയാം താൻ ഇനിയിപ്പോൾ എന്തേലും പറയാൻ പോലും അവര് വിശ്വസിക്കാനും പോകുന്നില്ല, അതൊന്നും കേൾക്കാനും പോകുന്നില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അനി നന്ദുവിനെ ഒന്ന് നോക്കി. നന്ദുവിന്റെ മുഖത്തെ വിങ്കൽ അനി പ്രത്യേകം ശ്രദ്ധിച്ചു. എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിമാർക്ക് ഒരു ജീവിതം ഉണ്ടാകത്തില്ലെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിച്ചു പോകില്ലോ എന്ന് കരുതി മാത്രമാണ് ഇപ്പോൾ ഇവൾ ഒഴിഞ്ഞു മാറുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. കാരണം അത് നന്ദുവിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എത്രയൊക്കെ ഒരുങ്ങിയെന്ന് പറഞ്ഞാലും മുഖത്ത് ആ സങ്കടം പ്രകടമായിരുന്നു. പിന്നീട് അനിയങ്ങോട് കയറി കാറിലേക്ക് കയറുവാണ്. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഏറ്റവും അവസാനമാണ് നന്ദു പോകുന്നത്. നന്ദുവിനാണ് പോണെന്ന് പോലും ഇല്ലായിരുന്നു. ഈ സമയം കനക വന്നിട്ട് പറഞ്ഞു, മോളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? വരാൻ പറയാണ്. അല്ലമ്മ ഞാൻ വരണോ? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ടെന്ന് പറയാം. ഇതേ മോളെ, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വന്നേ. അവിടെ ചെന്നുമ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും മോൾ എന്നാ വരാത്തേന്ന്. എല്ലാവർക്കും സംശയം. വരാൻ പറഞ്ഞിട്ട് നന്ദുവിനെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിറങ്ങി. ഈ സമയത്ത് അനാമയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഉപേന്ദ്രന്റെ ആൾക്കാർ എങ്ങനെയും വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇതുണ്ടായിരുന്നു. ഈ സമയം രേവതി അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാലോ, ഇതേ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെച്ചാൽ മതി. നന്ദു മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാനായിട്ട് ചെയ്ത് കൂട്ടിയ പണികളാണ്, അറിയാലോ. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ നന്ദു എന്താണല്ലോ അവിടെ വരും. ഈ കല്യാണ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദുവിനറിയാതെ അവളെയും കൂടെ ബാധിക്കുന്ന കാര്യമെന്ന്. അതുകൊണ്ട് അവൾ അതിനകത്ത് ഇടപെടാതിരിക്കില്ല. ഉപേന്ദ്രനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിലൊരു വിഷമമുണ്ട്. ഒരു പക്ഷെ മണ്ഡപത്തിൽ ചെന്നതിന് ശേഷം ഉപേന്ദ്രനും അവന്റെ ആൾക്കാരും വന്നെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ. ഒരു പക്ഷേങ്കിൽ ആ സമയത്താണോ ഇനി അതിന് ശേഷമാണോ മുമ്പാണോ വരുന്നത് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും മുന്നിൽ നാണം കിടും. എത്രയും പെട്ടെന്ന് ഈ താലിക്കെട്ടി ചടങ്ങൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ഓർക്കുക. അങ്ങനെ അനാമിക അങ്ങോട്ട് വന്നിറങ്ങുവാണ്. പിന്നീട് അനിയെ സ്വീകരിക്കുകയാണ്. കാലൊക്കെ കഴി അകത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കുക. എല്ലാവരും അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും നന്ദുവിന് വല്ലാത്തൊരു വിഷമം. നന്ദു പതുക്കെ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മാറുവാണ്. ഈ സമയം അകത്തേക്ക് പോയാൽ നയനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നന്ദുവിനെ കണ്ടില്ല. ഇവിടുത്തെ എവിടെ പോയെന്ന് ഓർത്തുണ്ട് വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും നന്ദു മാറി എന്ന് കരയുന്നുണ്ട്. ഇതെന്താ നന്ദു, നീ എന്തിനാ കരയണേന്ന് ചോദിക്കുക. ഈ ഒന്നുമില്ല, ഇത് കയറി വന്നേ. വേണ്ട ചേച്ചി, ഞാൻ വരണില്ല എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെന്തോ അന്നമ്മയുടെ കഴുത്തിൽ അനി കട്ടുന്ന കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും മാറി നിൽക്കരുത്, മോൾ ഇങ്ങോട്ട് വന്നേ. മോൾ ഇവിടെ മാറി നിൽക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേ അമ്മയും അതോടൊപ്പം തന്നെ അപ്പച്ചി അവരെല്ലാം സംശയിക്കും. മോൾ എന്താ മാറി നിൽക്കുന്ന ഓർത്തിട്ട് അവരോരോ കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങും. മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ കൈ പിടിച്ച് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നു. ആദർശ് വന്നിട്ട്, നന്ദു നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാ. കാരണം ആദർശിനറിയാം നന്ദുവിന്റെ മനസ്സിൽ ഈ സമയത്ത് നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും അവൾ വേദനിക്കില്ല. അവൾ ഒറ്റപ്പെടൽ അവൾക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ്
തൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് ആദർശ് ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇതൊന്നും ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ദേവേന്റെ മനസ്സിലാണെങ്കിൽ ഒരു കാരണവശാലും ആ നയനെ അവർ അംഗീകരിച്ചിട്ടല്ലോ. പിന്നെ നയനെയും നന്ദുവിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന കാണുമ്പോൾ അതൊട്ടും അങ്ങോട്ട് പിടിച്ചിട്ടുമില്ലായിരുന്നു. ഈ സമയത്താണ് ഉപേന്ദ്രന്റെ ആൾക്കാരങ്ങോട്ട് വരുന്നത്. അനാമികയും അനിയും കൂടെ മണ്ഡപത്തിലേക്ക് കയറി. ആ സമയത്ത് ഉപേന്ദ്രന്റെ ആൾക്കാരും കൂടെ എത്തുവാണ്. അങ്ങനെ ഉപേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അവന്മാര് തങ്ങളുടെ പ്ലാനുകൾക്കുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്ത് സംഭവിക്കും അറിയില്ല. ഉറപ്പായിട്ടും ഒരു കാര്യം സംഭവിക്കും. ഉപേന്ദ്രന്റെ ആൾക്കാർ കയറി ചെല്ലും, പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കല്യാണം മുടങ്ങുന്നൊരു സിറ്റുവേഷൻ വരും. പിന്നീട് ആദർശ് ഒരു തീരുമാനം എടുക്കുവോ അതോ ഇനിയിപ്പം ജാനകിയാണോ തീരുമാനം എടുക്കുന്നത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ കല്യാണം നടന്നാലും അതേ കാലമൊന്നും ഉണ്ടാവത്തില്ല. ചിലരൊക്കെ പറഞ്ഞ് ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി കഥ പോലും കാണത്തില്ല. കാരണം എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്ദുവും അനിയും കൂടെ ഒന്നാകണം എന്നുള്ള. പക്ഷെ അനാമികയായിട്ട് തലയിട്ട് കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവരുടെ ജീവിതം ശാശ്വതമാവില്ല. പുരോഹിതൻ പറഞ്ഞാൽ 2 കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത്. 2ാമത്തെ കല്യാണം വാഴുവുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിയും നന്ദുവും തമ്മിലായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.